സ്നേഹം പുഞ്ചിരി ബാലസംഘത്തിന്റെ SLC+2 വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് തിങ്കളാഴ്ച വൈകിട്ട് 4-ന് PK തമ്പിയുടെ വസതിയിൽ വെച്ച് നടന്നു. ചെയർമാൻ EK ജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ സുമാ ബാബു അധ്യക്ഷത വഹിച്ചു. MLA KN ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് AO CS ജയദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് PB സജീവൻ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സെക്രട്ടറി വൈഗ കിരൺമയി നന്ദിയും പറഞ്ഞു. SLC+2 വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് മുതലോടൊപ്പം നടന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഒന്ന് പുരുഷൻ ചേട്ടനും ഒന്ന് സത്യൻ ചേട്ടനും. ഇവര് രണ്ടുപേരുമാണ് നമുക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവരിന്നിപ്പോ നമ്മളൊപ്പം ഇല്ലെങ്കിൽ പോലും ഈ കുഞ്ഞുങ്ങളെ ആകെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ സംഘടിപ്പിക്കുന്നതിനും വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് സഹായമായി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ രണ്ടുപേരും നമ്മളൊപ്പം ഇല്ലെങ്കിലും അവരെ ഈ തരുണത്തിൽ ഞാൻ ഹൃദയം കൊണ്ട് സ്മരിക്കുകയാണ്. നമ്മുടെ MLA KN ഉണ്ണികൃഷ്ണൻ, അതുപോലെ മുഖ്യപ്രഭാഷണം ചെയ്യുന്ന ജയദേവൻ സാർ, ആശംസകൾ അർപ്പിക്കുന്ന സജീവൻ ചേട്ടൻ, അതുപോലെ നന്ദി അർപ്പിക്കുന്ന കുമാരി വൈഗ, മറ്റെല്ലാ കൂട്ടുകാർക്കും രക്ഷകർത്താക്കൾക്കും നമസ്കാരം. അല്ലെ, നമുക്ക് ബാലസംഘം എന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ബാലസംഘമൊക്കെ കൂടുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ കൂടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ നമ്മൾക്ക് കുറെ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അത് നേടിയെടുക്കാനും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദം ഉയർത്താൻ വേണ്ടിയാണ് ബാലസംഘം 1938 നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ചത്. നല്ല കുട്ടികളായിട്ട് തന്നെ എല്ലാവരും എല്ലാ വർഷവും ഇവിടെ ഈ ബാലസംഘം സ്നേഹം പുഞ്ചിരി ബാലസംഘത്തിന്റെ പരിപാടികൾ നടക്കാറുണ്ട്. അതുപോലെ SSLC+2 അനുമോദന സദസ്സാണ് ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞത് SSLC+2 പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വണ്ടി ഓടിക്കുമ്പോ നമ്മൾ ആദ്യം 1ാം ഗിയറിലിട്ട് 2ാം ഗിയറിലിട്ട് 3ാം ഗിയറിലിട്ട് 4ാം ഗിയറിലിട്ട് 5ാം ഗിയറിലിട്ട് നല്ല സ്പീഡിൽ പോകും. അതുപോലെ ഓരോ വിജയവും ഓരോ ഗിയർ മാറ്റമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ചെറിയ കുട്ടികളോടൊപ്പം ഏതായാലും ധാരാളം രക്ഷകർത്താക്കളുണ്ട്. അത് കാണുമ്പോഴും വളരെ സന്തോഷം. ബാലസംഘം എന്തിനും കൃത്യമായിട്ട് അധ്യക്ഷയും അതേപോലെ തന്നെ സ്വാഗത പ്രസംഗികരും പറഞ്ഞു. നമ്മള് ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടിരിക്കണം. വലിയ മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റിയ രീതിയിൽ മതനിരപേക്ഷതയും അതുപോലെയുള്ള പല മേഖലകളിലും വലിയ കുതിച്ചുചാട്ടം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല മറ്റുള്ള സ്ഥലത്തെ അവസ്ഥ. സൗദി അറേബ്യയിലും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലൊന്നും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും ഇല്ല. അവിടെ ചില പ്രത്യേക നിയമങ്ങൾ പലതരത്തിലുള്ള ഒത്തുകൂടലിനെയും തടയുന്നുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെയും തടയുന്നുണ്ട്. കുട്ടികളോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വരച്ച ചിത്രങ്ങളിൽ എല്ലാത്തിനും അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഉറപ്പായിട്ടും വരച്ചു വെച്ചിട്ടുണ്ടാവും. എന്തായാലും നമ്മളും മറ്റു രാജ്യങ്ങളെ പോലെ ചെറിയതോ വലുതോ ആയ ധാരാളം ഭീഷണികൾ ഇന്ന് നേരിടും. SSLCക്കും അതുപോലെ +2 വിജയികളായിട്ടുള്ള ഏറ്റവും ഉന്നതമായ മാർക്ക് നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തി. അവരെ കൈവരിക്കുന്ന നേട്ടത്തിന്റെ പിന്നിൽ അധ്യാപകർ മാത്രമല്ല രക്ഷാകർതൃത്വവും കൂടി അതിലൊരു പങ്കാളിയാണ്. അപ്പൊ ഞാൻ ഈ പരിപാടിയൊക്കെ നടത്തുമ്പോൾ ചില സുഹൃത്തുക്കൾ പറഞ്ഞ് ഈ രക്ഷാകർത്താക്കളോടും കൂടി
നമുക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യം ഉളവാക്കുന്ന തരത്തിൽ അവരെ കൂടി അഭിസംബോധന ചെയ്യണം എന്ന് പറയുകയില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട്. ഉദാഹരണം ഞാറക്കൽ സ്കൂൾ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂൾ. SSLCക്ക് പരീക്ഷ എഴുതിയ മൂന്ന് കുട്ടികൾ തോറ്റുപോയി എന്നിട്ട് എല്ലാത്തിനും A+ നേടാനും കഴിഞ്ഞില്ല. 2-3 പേര് പരാജയപ്പെടുന്നു. അപ്പൊ ആ സ്കൂളിന് തന്നെ അതൊരു കളങ്കമായി. അല്ലെങ്കിൽ മറ്റ് 20 സ്കൂളുകൾ പരീക്ഷ എഴുതിയ മുഴുവൻ കുട്ടികളും 100% വിജയം നേടി. അപ്പൊ നമ്മുടെ ഞാറക്കൽ സ്കൂള് ഈ 3 കുട്ടികൾ പരീക്ഷ എഴുതിയ 3 കുട്ടികൾ തോറ്റതിനെ തുടർന്ന് ആ സ്കൂളിന് തന്നെയുള്ള ഒരു അംഗീകാരം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ വെർഷൻ, അധ്യാപകരുടെ വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, രക്ഷകർത്താക്കൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് എന്നാണ്. പരിപാടി നമ്മൾ ഇങ്ങനെ പല സുഹൃത്തുക്കളും എല്ലാം ആവശ്യപ്പെട്ടതിന്റെയും ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കുന്നു. അതുകൂടാതെ ഇപ്പോ വിദ്യാഭ്യാസ രംഗത്ത് സിനിമ ഇൻ എഡ്യൂക്കേഷൻ കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ അത്ര വ്യാപകമായിട്ടില്ല. സിനിമ ഇൻ എഡ്യൂക്കേഷൻ, സിനിമ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു പുതിയ ആശയം. അത് അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായ ഒരു സംഘം ആഗസ്റ്റ് മാസത്തിൽ കേരളം സന്ദർശിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് അധ്യാപകർ, തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു പ്രത്യേക ക്യാമ്പ് നമ്മൾ ഇവിടെ നായരമ്പലത്ത് വെച്ച് ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഒരു ആലോചനയുണ്ട്. ചരിത്രത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ തന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ലോകത്തെ വലിയ രാജ്യങ്ങളോടൊപ്പം അവിടുത്തെ കുട്ടികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല കഴിവും പ്രാപ്തിയുമുള്ള കുഞ്ഞുങ്ങളായി വളരണം എന്ന ആഗ്രഹത്തിലാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 25 കൊല്ലം അപ്പുറത്തുള്ള ഒരു കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ലോകത്ത് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മാറ്റങ്ങൾ, നമ്മുടെ ഗൂഗിൾ ആപ്പിന് പകരം ഇപ്പോൾ ChatGPT-4 പുതിയ കാലം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ പോലും അതിന് പലതരത്തിലുള്ള വികാസ പരിണാമ ചരിത്രങ്ങളുണ്ട്. ഇപ്പൊ അത് 3G 4G എല്ലാം കഴിഞ്ഞ് 5Gയുടെ പുതിയ ഘട്ടത്തിലേക്ക് വന്നിരിക്കുക. 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള LP വിഭാഗം, 5 മുതൽ 7 വരെ UP. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ